LDF ക്യാമ്പ് എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കാണുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ MG പ്രതീഷ് നമുക്കൊപ്പം പങ്കുവെക്കും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന സൂചന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇല്ല. ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന ഉത്തരമുണ്ട്. ഒരു വേവിന്റെ ലക്ഷണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലില്ല. LDF ക്യാമ്പ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് MG പ്രതീഷ്? റിജിത്ത്, സർവേ ഫലങ്ങൾ UDF-ന് അനുകൂലമാണെങ്കിൽ പോലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആശങ്കയില്ല എന്നതാണ് LDF പ്രത്യേകിച്ച് CPM ക്യാമ്പ് വ്യക്തമാക്കുന്നത്. അതാ ഈ സർവേ ഫലങ്ങളിൽ ഒന്നും തന്നെ വലിയൊരു തരംഗം UDF-ന് ഉണ്ട് എന്ന് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല 10 വർഷത്തെ ഭരണ നേട്ടം, വികസന നേട്ടങ്ങൾ അത് വോട്ടായി മാറുമെന്നുള്ള വലിയ പ്രതീക്ഷ LDF ക്യാമ്പിന് ഉണ്ട്. മാത്രമല്ല തികച്ചും വിജയസാധ്യത മുൻനിർത്തിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. CPM മാത്രം 56 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഒപ്പം ഈ 60 സീറ്റുകളിൽ ഉറച്ച വിജയപ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ് ഉള്ളത്. മാത്രമല്ല 30 സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നു. ആ കടുത്ത മത്സരം നടന്ന 30 സീറ്റുകളിൽ 15 മണ്ഡലങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം LDF-നുണ്ട്. അങ്ങനെ വലിയ മാർജിനിൽ വിജയം അവകാശപ്പെടുന്നില്ല എങ്കിൽ പോലും ചെറിയ മാർജിനിൽ മൂന്നാം ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് LDF ക്യാമ്പിനുള്ളത്. മാത്രമല്ല UDF ക്യാമ്പ് അവകാശപ്പെടുന്നത് പോലെ സമുദായ വോട്ടുകൾ ഒപ്പം ഈ ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായും LDF അല്ലെങ്കിൽ CPM ക്യാമ്പ് വിശ്വസിക്കുന്നില്ല. സംസ്ഥാന വ്യാപകമായി അത്തരത്തിലൊരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു അനുകൂല സാഹചര്യം UDF-നില്ല എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് CPM-ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ മാർജിനിൽ ഈ മൂന്നാം ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. പരസ്യമായ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയില്ലെങ്കിൽ പോലും ഇടത് ക്യാമ്പുകൾ ഇപ്പോഴും ആത്മവിശ്വാസം കൈവിടുന്നില്ല. റിജിത്ത്, പ്രതീക്ഷ, എക്സിറ്റ് പോളുകളുടെ കാര്യം നമുക്കറിയാം. അത് ശരിയായ കാലങ്ങളുമുണ്ട്, അത് വലിയ രീതിയിൽ തെറ്റിപ്പോയ കാലങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ കാര്യമാക്കേണ്ടതില്ല എന്ന പ്രതികരണമായിരിക്കും ഇടത് ക്യാമ്പിൽ നിന്ന് വരാൻ പോകുന്നത്. നേരത്തെ അവകാശപ്പെട്ടതുപോലെ തിളക്കമാർന്ന വിജയം തന്നെ ഉണ്ടാകും എന്ന പ്രതികരണം ഇന്ന് LDF ക്യാമ്പിൽ നിന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ, റിജിത്ത്, തീർച്ചയായും. കാരണം CPM അല്ലെങ്കിൽ LDF-ന് അനുകൂലമായി ഉണ്ടാകുന്ന ഒരു കാര്യം ഈ സർവേ ഫലങ്ങളിലൊന്നും തന്നെ വലിയൊരു മാർജിൻ UDF-നും പറയുന്നില്ല. മാത്രമല്ല UDF അവകാശപ്പെടുന്നത് പോലെ ഒരു 100 സീറ്റിന് മുകളിൽ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരമില്ല. അത് ഒരു അനുകൂല കാര്യമായി തന്നെ CPM ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ തവണത്തെ പോലെ വലിയൊരു സീറ്റ് നില തങ്ങൾക്കുണ്ടാകുമെന്ന് ഒരു ഘട്ടത്തിലും LDF അവകാശപ്പെട്ടിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മാർജിനിൽ ഇത്തവണ ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. മാത്രമല്ല ഈ ഓരോ MLA-യുടെയും കൃത്യമായിട്ടുള്ള അവരുടെ വ്യക്തിഗത നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ MLA-മാരെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളൊരു ആത്മവിശ്വാസം LDF-നുണ്ട്. മാത്രമല്ല സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണമായി മാറും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് CPM ക്യാമ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉണ്ടാകുന്ന പരസ്യ പ്രതികരണങ്ങൾ പോലും അത്തരത്തിൽ തന്നെ ആയിരിക്കും. മുൻകാല ചരിത്രങ്ങൾ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും CPM അക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം നടത്തുക. റിജിത്ത, ശരി. MG പ്രതീഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പുറത്തു വന്ന സർവേ ഫലങ്ങളിലൊന്നും ഒരേ ഏജൻസികളും തുടർഭരണം പ്രവചിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ശക്തമായൊരു മത്സരം നടന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സർവേ ഫലങ്ങളുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ UDF നേരത്തെയൊക്കെ അവകാശപ്പെട്ടതുപോലെ വലിയൊരു വേവിന്റെ ലക്ഷണമൊന്നും ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്.